ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോറീസ് നേച്ചർ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം ഈ സമയത്ത്, കാരണം കൊറോണയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണത് നിങ്ങൾക്ക് കാണാം, എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ആന്തൂറിയം പ്ലാന്റ് ആണ്. അപ്പോൾ എൻ്റെ ആന്തൂറിയം ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ വിന്റർ ടൈം ഒക്കെ ആണ്, അത് കാരണം ഇത് നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പുറത്തൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാനാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ കാണാലോ, ആന്തൂറിയം ഒരു നല്ലൊരു അലങ്കാര സസ്യമാണ് ഇത്. പിന്നെ ഇതിന്റെ ഇല കാണാം, ഹാർട്ട് ഷേപ്പാണ് ഇല. അതുപോലെ തന്നെ ഈ ഫ്ലവറും ഇതും ഹാർട്ട് ഷേപ്പാണ്. പക്ഷെ ഇത് ഫ്ലവർ എന്നല്ല പറയാം, ഇത് ശരിക്കും ബ്രക്റ്റ് എന്നാണ് പറയാം. ബ്രക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീഫിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ഇത് പിങ്ക്, വൈറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത്. ഇത് ശരിക്കും നല്ലൊരു എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണ്. അതായത് എയറിലുള്ള അമോണിയ, അതുപോലെ തന്നെ ഫോർമാലിഡിഹൈഡ് എല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റിന്റെ സോയിൽ നമ്മൾ ഇത് റീപ്പോർട്ട്, ഇപ്പൊ എനിക്ക് ഇതിന് കുറെ കുട്ടി പ്ലാന്റുകൾ കിട്ടി. കാണാലോ, ചെറിയ ബേബി പ്ലാന്റുകളാണ്. ഞാൻ ഇതിന്റെ ഓൾറെഡി ഇംഗ്ലീഷ് വീഡിയോയിൽ ഞാൻ കാണിച്ചു ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണതെന്നൊക്കെ. അപ്പോൾ ഇനി എൻ്റെ വേറെ ചെറിയ ചെടികളില്ലേ ഇതിന്റെ, അത് കാരണം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇനിയിപ്പോ എല്ലാവർക്കും ഈ സംശയം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് അതിൽ കാണാം. ഇപ്പൊ എൻ്റെ നല്ലൊരു ഇതിൽ നിന്ന് ഒരു കൊച്ചു പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, ബേബി പ്ലാന്റ്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചത്, നമ്മൾ ഉപയോഗിക്കുന്ന സോയില് സാധാ മണ്ണ് അങ്ങനെയൊന്നും പറ്റില്ല, വെൽ ഡ്രെയിൻഡ് സോയിൽ ആയിരിക്കണം. അതിനിപ്പോ നമ്മുടെ ഈ ഓർക്കിഡിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ഇത് കണ്ടോ, നാളികേരത്തിന്റെ തൊണ്ടാണിത്. അത് എനിക്ക് ഇവിടെ ഞാന് മസ്കറ്റിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ തേങ്ങയൊക്കെ പൊളിച്ചെടുക്കാൻ വലിയ പാടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് കരിക്ക് കടയിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് തേങ്ങ, അതായത് നാളികേരത്തിന് തൊണ്ട് മേടിച്ചതാണിത്. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ ക്ലേ പോട്ട്, അതായത് മീൻചട്ടി ഒക്കെ ഉണ്ടല്ലോ, ആ മൺചട്ടി പൊട്ടിയ പീസുകളാണ്. ഇതും എനിക്ക് കിട്ടിയത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് ഒരു ക്ലേ, അതായത് മൺപാത്രം പൊട്ടി, അതായത് പൊട്ടിയതിരിക്കുന്നുണ്ട്, അതിന്റെ പീസ് തരാന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അപ്പൊ അതും എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ ഉള്ളത് നമ്മുടെ പെറ്റ്മോസും ഉണ്ട്, പെർലൈറ്റും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനിയിപ്പോ നമുക്ക് ഇതിന് പകരം ഈ ക്ലേ പോട്ട് പകരം നമുക്ക് ഇഷ്ടികേര പീസ് വെക്കാം, അതുപോലെ തന്നെ കരിക്കട്ട ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ കല്ലുകളൊക്കെ ഉപയോഗിക്കാം, പിന്നെ മണലൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ മിക്സർ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതൊക്കെ കണ്ടില്ലേ, ചകിരി, ഒന്നുകിൽ ഈ ചകിരിയുടെ അതായത് ചകിരിയില്ല, തേങ്ങയുടെ തൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൺപാത്രം, അതായത് മൺചട്ടിയുടെ പൊട്ടിയ പീസുകള്, പിന്നെ പെറ്റ്മോസ്, അതുപോലെ തന്നെ പെർലൈറ്റ്, ഇതൊക്കെ ഞാൻ ഈക്വൽ എമൗണ്ട് ആണ് എടുത്ത് നോക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്ത് ഇംഗ്ലീഷ് വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് വെച്ച ഒരു പ്ലാന്റ് ആണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം, ഇൻഡോറും വെക്കാം, അതുപോലെ തന്നെ പുറത്താണെങ്കിൽ ഷെയ്ഡ് ഏരിയയിൽ വെക്കണം. അപ്പൊ സോയിലിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് വെള്ളത്തിനെ കുറിച്ചാണ്. വെള്ളം കൊടുക്കുമ്പോൾ ഒരിക്കലും നിറയെ വെള്ളം ഒഴിക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് ചീത്തയാവും. അത് കാരണം നമ്മൾ ഫിംഗർ ടിപ്പ് മെത്തേഡ്, ഞാൻ ഓൾറെഡി ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൈന്റെ വിരലിൽ വെച്ചിട്ട് നമ്മൾ തൊട്ട് നോക്കി നോക്കുക. സോയില് ഡ്രൈ ആണെങ്കിൽ നമുക്ക് വെള്ളം അപ്ലൈ ചെയ്യാം, ഇല്ല വെറ്റ് ആണെങ്കിൽ വെള്ളം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സോയിലിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ലൈറ്റ് ആണ്. ഈ പ്ലാന്റ് പൂക്കാനൊക്കെ നല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇൻഡോർ വെക്കുകയാണെങ്കിലും നമ്മുടെ ഒരു വിൻഡോ സൈഡില്, പക്ഷെ വിൻഡോ ഓപ്പൺ ചെയ്യാന്നല്ല പറഞ്ഞ, ഗ്ലാസ് കൂടെ നമ്മൾ ലൈറ്റ് കൊടുക്കുക, ബ്രൈറ്റ് ലൈറ്റ്. പക്ഷെ തുറന്ന് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാനും പാടില്ല. അങ്ങനെ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നന്നായി പൂക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ പുറത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഷെയ്ഡ് ഏരിയയിൽ വെക്കണം, കാരണം ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ ഇതിനെ ലീഫ് ബേൺ ആവാൻ സാധ്യതയുണ്ട്. അതായത് ലീഫൊക്കെ നമുക്ക് കാണാൻ കറുത്തിരിക്കും, ബേൺ ആയിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് അങ്ങനെ കാണാതെ, കാരണം ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കരുത്. ഇനി അടുത്തത് കുറിച്ച് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ലൈറ്റിന്റെ കാര്യം പറഞ്ഞു, മണ്ണിന്റെ കാര്യം പറഞ്ഞു, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി ഫെർട്ടിലൈസർ നമുക്ക് ഏറ്റവും നല്ലത് ഓർഗാനിക് മെത്തേഡാണ്. അത് എളുപ്പമാണ് നമുക്ക് ചെയ്യണത്. കാരണം ഏറ്റവും നല്ലത് നമ്മുടെ ഈ ബോൺ മീൽ ഉണ്ടല്ലോ, അതായത് എല്ലുപ്പൊടി നല്ലതാണ്. അത് നമുക്ക് പൂക്കാൻ നന്നായി സഹായിക്കും. കാരണം എല്ലുപ്പൊടിയിലെ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ വെള്ളം, അതായത് നാളികേര വെള്ളം ഉണ്ടല്ലോ, ആ നാളികേര വെള്ളം നമുക്ക് സാധാ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അതെന്തിനാണെങ്കിൽ അതിൽ പൊട്ടാസ്യം കൂടുതലുണ്ട്, അതും നന്നായി പൂക്കൾ ഉണ്ടാവാൻ സാധ്യതയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ മറ്റേ ഷെല്ലുണ്ടല്ലോ, ആ മുട്ടയുടെ ഷെല്ല്, ആ പൗഡർ, അത് നമുക്ക് പൊടിച്ചിട്ടുള്ളത് അത് നല്ലതാണ് ഈ പ്ലാന്റിന്. അത് കാൽസ്യം റിച്ച് ആണ്. അത് കാരണം പ്ലാന്റ് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് അത്.
ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നമുക്ക് പെസ്റ്റ് കൺട്രോൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചെടിമയ്ക്ക് കൂടുതൽ എഫക്റ്റ് ആവണത് ഈ ഒച്ചിന്റെ ശല്യമാണ്. ഈ ഒച്ചിനെ കളയാൻ വേണ്ടിയിട്ട് നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇൻഡോർ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നും വേണമെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കുന്നത് സോയിൽ ഡ്രൈൻ അനുസരിച്ച്. പിന്നെ ഈ ലീഫൊക്കെ നല്ല, അതായത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടി നമുക്ക് വെള്ളമൊക്കെ നമുക്ക് ലീഫുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതാണ് പ്ലാന്റിന്. അപ്പോൾ ഈ ലീഫ് ഇങ്ങനെ ഡ്രൈ ആവുന്നില്ല ഹ്യൂമിഡിറ്റി ഒന്നും കാരണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒച്ചിന്റെ ശല്യത്തിന് നീം ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനി പ്രൊപ്പഗേഷൻ ഇത് ശരിക്കും നമ്മളൊരു വേറെ പോട്ടേക്കൊക്കെ ആക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ ചെറിയ തെയ്യകൾ കിട്ടും. ആ തെയ്യാണ് ഇത് കേട്ടോ. ആ തെയ്യ് നമ്മൾ ഒരു കുഴപ്പമില്ലാതെ മാറ്റി ഒരു ചെറിയ പോട്ടിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കുക, ആ റൂട്ടോട് കൂടിയിട്ട്. അത് ഏറ്റവും എളുപ്പമുള്ള പ്രൊപ്പഗേഷൻ ആണ്. രണ്ടാമത്തേത് പറഞ്ഞാൽ ഇതിന്റെ വിത്ത് ഉണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ വിത്ത് വരും. ആ വിത്ത് ഇത് പ്രൊപ്പഗേറ്റ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ടിഷ്യൂ കൾച്ചറും വഴി ഇത് പ്രൊപ്പഗേറ്റ് ആവുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ചിലവർക്ക് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ സ്കിൻ ഇറിറ്റേഷന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളത് കഴിക്കുക, അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ ഇലയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് പോയിസൺ, അതായത് സ്റ്റൊമക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ ആന്തൂറിയം പ്ലാന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.